പരിശുദ്ധതയുടെ പറുദീസായിലേക്ക് സ്വാഗതം. ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ധീരനായ ഒരു പോരാളിയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്, വിശുദ്ധ സെബസ്ത്യാനോ. മുറിവേറ്റ ശരീരവുമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രൂപം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പരിചിതമാണ്. പ്ലേഗ് തുടങ്ങിയ പകർച്ചവ്യാധികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുന്ന മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം വണങ്ങപ്പെടുന്നത്. ഭയരഹിതമായി ക്രിസ്തുവിനെ പ്രസംഗിച്ച ഒരു വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് വലിയ ആത്മീയ കരുത്ത് പകരുന്നതാണ്. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിലെ രക്തസാക്ഷികളുടെ ചരിത്രത്തിൽ സെബസ്ത്യാനോസിൻ്റെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടതാണ്. AD 3-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ നർബോണിൽ ഒരു ഉന്നത കുടുംബത്തിലാണ് സെബസ്ത്യാനോസ് ജനിക്കുന്നത്. പിന്നീട് മിലാനിൽ അദ്ദേഹം വളരുന്നു. അദ്ദേഹത്തിൻ്റെ മികച്ച വിദ്യാഭ്യാസവും സൈനിക പരിശീലനവും നേടി ചെറുപ്പം മുതലേ ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം വളർന്നു വരികയാണ്. മാതാപിതാക്കൾ നൽകിയ ആത്മീയമായ അടിത്തറയാണ് പിൻകാലത്ത് വലിയ പ്രതിസന്ധികളെ നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. റോമൻ സൈന്യത്തിൽ ചേർന്ന് അദ്ദേഹം തൻ്റെ കഴിവും സത്യസന്ധതയും കൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളായി മാറുകയാണ്. സൈനിക സേവനത്തിൻ്റെ മികവ് കണ്ട ചക്രവർത്തി അദ്ദേഹത്തെ തൻ്റെ അംഗരക്ഷക സേനയായ പ്രിട്ടോറിയൻ ഗാർഡിലേക്ക് അംഗമാക്കുകയാണ്. ചക്രവർത്തിയുടെ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായി അദ്ദേഹം മാറുകയാണ്. തൻ്റെ പദവി കേവലം അധികാരത്തിന് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത്. അക്കാലത്ത് ക്രിസ്ത്യാനികൾ റോമിൽ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. ചക്രവർത്തിയുടെ അറിവില്ലാതെ തന്നെ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ സന്ദർശിക്കാനും അവർക്ക് ആശ്വാസം നൽകാനും സെബസ്ത്യാനോസ് സമയം കണ്ടെത്തി. തൻ്റെ ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ താഴെ ഒരു വിശ്വാസിയുടെ ഹൃദയം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. തൻ്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം പലരെയും മരണമുഖത്തു നിന്ന് രഹസ്യമായി രക്ഷിക്കാൻ ഇടയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ വിശ്വാസം രഹസ്യമായി വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഇത് ഭീരുത്വം കൊണ്ടായിരുന്നില്ല, മറിച്ച് സഭയെയും പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസികളെയും സഹായിക്കാൻ ആ ഉന്നത പദവി അത്യന്താപേക്ഷിതമായിരുന്നു. സൈനിക അഭ്യാസങ്ങൾക്കിടയിലും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അദ്ദേഹം തൻ്റെ ആത്മീയ കരുത്ത് നിലനിർത്തിയിരുന്നു. തൻ്റെ ചുറ്റുമുള്ള പീഡനങ്ങൾക്കിടയിലും ദൈവകൃപയിൽ അദ്ദേഹം അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു സെബസ്ത്യാനോസിൻ്റെ പ്രവർത്തനങ്ങൾ. പല വിശ്വാസികളെയും രക്തസാക്ഷ്യത്തിന് തയ്യാറെടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഭയന്നിരുന്ന പലർക്കും അദ്ദേഹം സ്വർഗീയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു നൽകിയിരുന്നു. അവരെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ, അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തുകയും അദ്ദേഹത്തിൻ്റെ ആ വലിയ സാന്നിധ്യം തടവറയിലെ ഇരുട്ടിൽ പ്രകാശം പടർത്തിയിരുന്ന ഒരു വലിയ ചൈതന്യമായി മാറുകയും ചെയ്തു. ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകുന്നത് ഒരു മഹത്തായ നിയോഗമാണെന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. സൈന്യത്തിനുള്ളിൽ തന്നെ പലരെയും ക്രിസ്തുമതത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വിനയവും അച്ചടക്കവും കൊണ്ട് പല സഹപ്രവർത്തകരും അത് ആകൃഷ്ടരാകുകയും കേവലം ഒരു പടയാളി എന്നതിനപ്പുറം ഒരു ആത്മീയ ഗുരുവിൻ്റെ വലിയ നിയോഗത്തോടുകൂടി അദ്ദേഹം അക്കാലത്ത് റോമിൽ
തൻ്റെ സേവനമനുഷ്ഠിച്ചു. ഇത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാരണമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറുകയുണ്ടായി. നമുക്കറിയാം, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് ക്രൈസ്തവ പീഡനം അതിൻ്റെ അത്യുന്നത ഒരു ഭാഗത്തേക്ക് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് ക്രൈസ്തവ പീഡനം അതിൻ്റെ ഉന്നതിയിലെത്തുന്നത്. ചക്രവർത്തിയുടെ വിശ്വസ്ത സൈനികനായിരുന്ന സെബസ്ത്യാനോസ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് ആരും സംശയിച്ചിരുന്നില്ല. എന്നാൽ സത്യം അധികകാലം ഒളിച്ചു വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ദൈവം അദ്ദേഹത്തെ മറ്റൊരു നിയോഗത്തിനായി ഒരുക്കുകയായിരുന്നു. ഒരിക്കൽ റോമൻ കൊട്ടാരത്തിൻ്റെ ഉദ്യോഗസ്ഥരായിരുന്ന മാർസെലീനസ് എന്നീ സഹോദരന്മാരെ ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചില്ല എന്ന കാരണത്താൽ വധിക്കാൻ അവർ വിധിക്കുകയുണ്ടായി. അവരുടെ മാതാപിതാക്കൾ അവരെ വിശ്വാസം ഉപേക്ഷിക്കാൻ കരഞ്ഞുകൊണ്ട് നിർബന്ധിക്കുന്ന വേളയിൽ സെബസ്ത്യാനോസ് ധീരമായി അവിടെ എത്തി അവരോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ സഹോദരന്മാരുടെ വിശ്വാസത്തിൻ്റെ പുതിയ ഒരു ജീവൻ നൽകിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ദൈവിക ചൈതന്യം കൊണ്ട് അവിടുത്തെ ഗവർണറും കുടുംബവും ക്രിസ്തുമതം സ്വീകരിക്കുകയും ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയും ചെയ്തു. ഒടുവിൽ ചക്രവർത്തിയുടെ കാതുകളിലെത്തി. തൻ്റെ ഏറ്റവും അടുത്ത സൈനികൻ ഒരു ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞപ്പോൾ ചക്രവർത്തി അത്യധികം കോപിക്കുകയും അത് തൻ്റെ ഭരണകൂടത്തിന് കിട്ടിയ വലിയൊരു ആഘാതമായി ചക്രവർത്തി കരുതുകയും ചെയ്യുക. സെബസ്ത്യാനോസിനെ വിളിച്ചു വരുത്തിയ ചക്രവർത്തി വിശ്വാസം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എനിക്ക് നൽകിയ വിശ്വാസത്തിന് പകരം നീ ക്രിസ്തുവിനെ ആരാധിക്കുന്നത് നന്ദികേടാണെന്ന് ചക്രവർത്തി പറഞ്ഞു. എന്നാൽ തൻ്റെ ചക്രവർത്തിയുടെ വിശ്വസ്ത സൈനികനാണ്, പക്ഷേ അതിനു മുമ്പേ താൻ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ ഉറച്ച നിലപാട് ചക്രവർത്തിയെ കൂടുതൽ പ്രകോപിതനാക്കി. അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ഒരു സൈനികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ആദരവുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ക്രൂരമായ ശിക്ഷയാണ് വിധിച്ചത്. തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ചക്രവർത്തി പിന്നീട് സെബസ്ത്യാനോസിനെ കണ്ടത്. അദ്ദേഹത്തെ പരസ്യമായി വധിക്കുന്നതിലൂടെ മറ്റ് ക്രിസ്ത്യാനികൾക്കൊരു പാഠം നൽകാനാണ് ചക്രവർത്തി ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ വിധി സെബസ്ത്യാനോസിനെ ഭയപ്പെടുത്തിയില്ല. ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ തനിക്ക് ലഭിച്ച അവസരമായി അദ്ദേഹം അതിനെ കണ്ടു. അങ്ങനെ റോമൻ സൈന്യത്തിലെ ആ വീരപുരുഷൻ തൻ്റെ ആദ്യത്തെ മരണശിക്ഷയ്ക്ക് തയ്യാറെടുക്കും. പിന്നീടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അമ്പ് ചെയ്ത് കൊല്ലാനായിരുന്നു വിധി. മൗറീഷ്യൻ വില്ലാളികളെയാണ് ഇതിനായി നിയോഗിച്ചത്. നഗ്നനാക്കി ഒരു തൂണിൽ ബന്ധിച്ച അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് അവർ നിരന്നു നിന്ന് ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം അവർ ഓരോരുത്തരായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അമ്പുകൾ എയ്തുവിട്ടു. മുറിവേറ്റ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പ്രവഹിച്ചുകൊണ്ടിരുന്നു. അമ്പുകൾ തറച്ച് അദ്ദേഹം മരിച്ചെന്ന് കരുതി സൈനികർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. എന്നാൽ ഓരോ അമ്പ് തറയ്ക്കുമ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. ചോരയിൽ കുളിച്ച അദ്ദേഹത്തിൻ്റെ ശരീരം സംസ്കരിക്കാനായി ഐറിൻ എന്ന ഭക്തയായ സ്ത്രീ രാത്രിയിൽ അവിടെ എത്തി. എന്നാൽ അവിടെ മറ്റൊരു അത്ഭുതമാണ് സംഭവിച്ചത്. മരിച്ചെന്ന് കരുതിയ അദ്ദേഹത്തിൻ്റെ ശ്വാസം അപ്പോഴും നിലച്ചിരുന്നില്ല. മുറിവേറ്റ ശരീരവുമായി അദ്ദേഹം അപ്പോഴും ജീവനോടെ ഇരിക്കുകയായിരുന്നു. ഐറിൻ എന്ന ആ പുണ്യവതി ധൈര്യപൂർവ്വം അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് രഹസ്യമായി കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വഴി അദ്ദേഹം വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ചു. അദ്ദേഹത്തെ റോമിൽ നിന്ന് രക്ഷപ്പെടാൻ ഐറിനും സുഹൃത്തുക്കളും നിർബന്ധിച്ചു. എന്നാൽ സെബസ്ത്യാനോസ് അതിന് തയ്യാറായില്ല. താൻ സുഖം പ്രാപിച്ചത് ക്രിസ്തുവിൻ്റെ സത്യം ഒരിക്കൽ കൂടി പ്രഘോഷിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. പൂർണ്ണമായി സുഖപ്പെട്ട അദ്ദേഹം റോം വിട്ടുപോകുന്നതിന് പകരം ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരികെ പോകാൻ തീരുമാനിച്ചു. ചക്രവർത്തിയുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് ആത്മഹത്യാപരമാണെന്ന് പലരും ഓർമ്മിപ്പിച്ചു. എന്നാൽ ദൈവിക നിയോഗം അദ്ദേഹത്തെ കൊട്ടാരവാതിക്കലേക്ക് നയിച്ചു. കൊട്ടാരത്തിൻ്റെ പടിയിൽ ചക്രവർത്തി കടന്നുപോകുന്ന ആ വഴിയിൽ അദ്ദേഹം ധീരമായി നിലകൊണ്ടു. മരിച്ചുവെന്ന് കരുതിയ സെബസ്ത്യാനോസിനെ കണ്ടപ്പോൾ ചക്രവർത്തി ഒരു നിമിഷം സ്തബ്ധനായി. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ ചക്രവർത്തി നടുങ്ങിപ്പോയി. അദ്ദേഹം ഒരു ഭൂതമാണോ എന്ന് പോലും ചക്രവർത്തി സംശയിക്കുകയുണ്ടായി. താൻ കൊല്ലാൻ ഉത്തരവിട്ട മനുഷ്യൻ
ജീവനോടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട ചക്രവർത്തിയോട് സെബസ്ത്യാനോസ് ധീരമായി സംസാരിച്ചു. ക്രിസ്ത്യാനികളോടുള്ള ക്രൂരതയും അനീതിയും നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പിന്നീട് ചക്രവർത്തിയെ വീണ്ടും ക്രോധത്തിലാഴ്ത്തി തൻ്റെ ആജ്ഞയെ വെല്ലുവിളിച്ച സെബസ്ത്യാനോസിനെ പൂർണ്ണമായി വകവരുത്താൻ അദ്ദേഹം കൽപ്പിക്കുകയുണ്ടായി. രണ്ടാമതും സെബസ്ത്യാനോസിനെ വധിക്കാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ഇത്തവണ അമ്പുകൾക്ക് പകരം ഗദ കൊണ്ടടിച്ച് കൊല്ലാനാണ് വിധിച്ചത്. റോമിലെ ഒരു വലിയ സ്റ്റേഡിയത്തിൽ വെച്ച് സൈനികർ അദ്ദേഹത്തെ വളഞ്ഞ് നിഷ്കരുണം അവർ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി. AD 288 ജനുവരി 20 ആ വിശുദ്ധ മരണം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആരും കാണാത്ത രീതിയിൽ റോമിലെ മലിനജലം ഒഴുകുന്ന ചാലിൽ എറിഞ്ഞു. വിശ്വാസികൾ അദ്ദേഹത്തെ വണങ്ങുന്നത് തടയാനായിരുന്നു ശത്രുക്കളുടെ ഈ നീക്കം. എന്നാൽ സ്വർഗം തൻ്റെ പ്രിയപ്പെട്ടവനെ വീണ്ടും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ലുസീന എന്ന ഭക്തിയായ സ്ത്രീക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയ ഈ വിശുദ്ധൻ തൻ്റെ ശരീരം എവിടെയാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. താൻ എറിയപ്പെട്ട സ്ഥലത്തു നിന്ന് തൻ്റെ മൃതദേഹം എടുക്കണമെന്നും അത് മാന്യമായി സംസ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാർത്ഥനാപൂർവം ലുസീനയും സംഘവും അവിടെ എത്തി ശരീരം വീണ്ടെടുത്തു. ഇന്ന് റോമിലെ സെൻറ്റ് സെബസ്ത്യാനോസ് കാറ്റക്കോംസ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായി അനേകം തീർത്ഥാടകർ അവിടെ എത്തി അനുഗ്രഹം തേടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം സഭയുടെയും വിശ്വാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നായി മാറി. 2 തവണ വധിക്കപ്പെട്ട രക്തസാക്ഷി എന്ന ഖ്യാതി സെബസ്ത്യാനോസിന് മാത്രം സ്വന്തമാണ്. മരണത്തെ ഭയപ്പെടാതെ ക്രിസ്തുവിനെ പ്രഘോഷിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ആത്മവീര്യം പകരുന്നതാണ്. ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളെയും അതിജീവിച്ച അദ്ദേഹം സ്വർഗത്തിൽ മഹത്വപ്പെട്ടവനായി മാറുകയായി. വിശുദ്ധ സെബസ്ത്യാനോസ് അമ്പുകളാൽ മുറിവേറ്റവൻ എന്നതിലുപരി പകർച്ചവ്യാധികളുടെ സംരക്ഷകൻ എന്ന നിലയിലാണ് ലോകപ്രശസ്തനായത്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം തേടിയവർക്ക് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു. ഇത് അദ്ദേഹത്തോടുള്ള ഭക്തി ലോകമെമ്പാടും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. അമ്പുകൾ ശരീരത്തിൽ തറച്ചിട്ടും മരിക്കാതെ രക്ഷപ്പെട്ടത് രോഗാണുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിൻ്റെ പ്രതീകമായി വിശ്വാസികൾ കണ്ടു. അന്നു മുതൽ ഏത് മഹാമാരികൾ വരുമ്പോഴും ക്രൈസ്തവർ സെയിൻറ്റ് സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ സഹായം തേടുകയും രോഗപീഠകളിൽ നിന്ന് അലയുന്നവർക്ക് അദ്ദേഹം ആശ്വാസത്തിൻ്റെ വലിയൊരു മധ്യസ്ഥനായി മാറുകയും ചെയ്തു. കേരളത്തിലെ വിശ്വാസികൾക്ക് അദ്ദേഹം പ്രിയപ്പെട്ട ഒരു വിശുദ്ധനാണ്. കേരളത്തിൽ അങ്ങോളം നമ്മൾ കണ്ടുവരുന്ന അമ്പു പെരുന്നാളുകൾ ഈ പുണ്യവാളൻ്റെ വലിയ നാമത്തിലുള്ളതാണ്. കത്തോലിക്ക സഭയിലെ ഒട്ടുമിക്ക ഇടവകളിലും അദ്ദേഹത്തിൻ്റെ രൂപം വണങ്ങപ്പെടുകയും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള കാവൽക്കാരനായി മലയാളി വിശ്വാസികൾ അദ്ദേഹത്തെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കേരളത്തിലെ പല പള്ളികളിലും അമ്പെയ്ത്ത് ഒരു ആചാരമായി ഇന്നും നിലനിൽക്കുന്നു. കായിക താരങ്ങളെയും സൈനികരെയും മധ്യസ്ഥൻ കൂടിയാണ് അദ്ദേഹം. തൻ്റെ ശാരീരികമായ കരുത്തും അച്ചടക്കവും ദൈവത്തിനായി മാറ്റിവെച്ചതുകൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലുള്ളവരുടെ മാതൃകയായി മാറിയത്. കഠിനമായ പീഡകളിലും പതറാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു യഥാർത്ഥ കായിക താരത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടെ അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തി കേവലം ആചാരങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി ഏത് വലിയ ശക്തിയോടും പോരാടാനുള്ള ആർജവം അദ്ദേഹം നമുക്ക് പകർന്നു നൽകുന്നു. ഓരോ അമ്പും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിക്കുന്നതായിരുന്നു. നമ്മെ തകർക്കാൻ വരുന്ന ഓരോ പ്രതിസന്ധിയും നമുക്ക് വിശുദ്ധിയുടെ പടവുകളിലായി മാറ്റാൻ സാധിക്കും. മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുന്ന കാര്യത്തിൽ അദ്ദേഹം അത്യന്തം വേഗതയുള്ളവനാണെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധിയുടെ പ്രഭാവം ലോകത്തെ അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കരുത്തുറ്റ ആയുധമായിരുന്നു അദ്ദേഹം. വിശ്വാസികൾക്ക് അദ്ദേഹം ഇന്നും ഒരു അത്ഭുതമായി നിലകൊള്ളുകയാണ്. ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിലും വിശ്വാസ ജീവിതത്തിനും കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതം ധൈര്യപൂർവ്വം ജീവിക്കുവാനും ഏത് അധികാരികളുടെയും ഏത് നിയമങ്ങളുടെ മുന്നിലും ദൈവവചനം ശക്തിയോടുകൂടി പ്രഘോഷിക്കാൻ പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് വലിയ മാതൃകയാണ്.
അതോടൊപ്പം തന്നെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ വിശ്വാസം ഏറ്റുപറയാനും അത് പ്രഘോഷിക്കുവാനും മറ്റുള്ളവരെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. എന്നാൽ ആ കാലഘട്ടത്തിൽ പോലും വിശ്വാസത്തിന് വേണ്ടി ധീരതയോടുകൂടി നിലനിന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് വലിയ മാതൃക നൽകുന്നതാണ്, നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ്. പ്രത്യേകിച്ച് രോഗത്തിൻ്റെ അവസ്ഥകളിലൊക്കെ നമുക്ക് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ ഒരു തിളക്കമാർന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ആ വിശുദ്ധൻ്റെ ജീവിതവും ജീവിത വിശുദ്ധിയും നമുക്ക് വലിയ ശക്തിയാകട്ടെ, നമുക്ക് വലിയ ആശ്രയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ സ്വീകരിക്കാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ വലിയ ജീവിത മാതൃക നൽകുന്ന മറ്റൊരു വിശുദ്ധനുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായും അനുഗ്രഹിക്കട്ടെ.